എൻ്റെ അമ്മയും അനിയത്തിയും ഞാൻ കരയുന്നത് കണ്ടാൽ തകർന്നു പോകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ട്രോങ് അല്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് വീക്കല്ല. ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യും. ഞാൻ ചാവുന്ന വരെ ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഇമോഷണലും സെൻസിറ്റീവും, കരയുന്ന, എനിക്ക് പെട്ടെന്ന് വിഷമം വരുന്നൊക്കെ ഒരു കുട്ടിയാണ്. അപ്പം പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിൻ്റെയും മുന്നിൽ കരയില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ മറ്റേ കാരണവരാണ്, ഞാൻ താങ്ങും, നിങ്ങളൊക്കെ ഒട്ടും പേടിക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കുറേ കാലം ജീവിച്ചു. ആ അപ്പൊ ഇപ്പം എനിക്ക് കൊച്ചിയിലൊരു ഫ്ലാറ്റ് തന്നെ എൻ്റെ മൂഡ് ഓഫ് ആകുമ്പോൾ വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. മറ്റത് വീട്ടിലെ മൂഡ് ഓഫ് എന്താന്ന് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ അമ്മ ബേജാറാവും, അല്ലെങ്കിൽ അമ്മ വീക്കാവും. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വന്നത് തന്നെ. പക്ഷേ ഒരു പോയിന്റില് ഞാൻ തകർന്ന് കോവിഡിൻ്റെ സമയത്ത് എനിക്ക് വേറൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് വരികയാണ്. ലൈഫിൽ ബ്രേക്കപ്പ് വരുന്നു, എൻ്റെ വീട് പണിയിൽ എന്നെ കോൺട്രാക്ടർ പറ്റിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഞാൻ ആകെ തകർന്നിരുന്ന് ഞാൻ തെറപ്പിയൊക്കെ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. ഞാനിത് അമ്മോട് പറയാം, എനിക്ക് വയ്യ, എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം എൻ്റെ തെറപ്പിസ്റ്റും എന്നോട് പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ആൻഡ് അനു സ്ട്രോങ് ആയി അഭിനയിച്ച് അനു തളർന്നു. ഇത് അനുവിന്റെ ആ ഒരു എക്സ്പ്ലോഡിങ് സാച്ചുറേഷൻ പോയിന്റ്. ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജ് വരും ഒരുപാട് പേര്. അപ്പം ഞാൻ പറയും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യൂ എന്നാണ് എല്ലാവരോടും പറയുക. അപ്പം ആ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയെന്ന് ഡോക്ടറും എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട്, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയാണ്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇമോഷണൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ തളർന്നു പോവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ തന്നെയാ വേണ്ടേ, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം, അത് വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പല പ്രാവശ്യവും തകർന്നു പോകുമ്പോൾ നിങ്ങൾ തകരമിച്ചിട്ടാണ്. അമ്മ ഭയങ്കര കൂളായിട്ട്, എന്താണോ നമ്മൾ പേടിച്ചത് ഭയങ്കര കൂളായിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെക്കാൾ സ്ട്രോങ് ആണ് അമ്മമാര്, നമ്മൾ വിചാരിക്കുന്നതാണ്.